എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മുടെ കൂടെ 2 അമ്മമാരും വരുന്നുണ്ട്, ചേട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് അവരെ അമ്മമാരെ 2 പേരെയും വിളിക്കണം, പോകണമെന്ന് വെച്ചാൽ നമുക്ക് വഴികളൊന്നും കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ എങ്ങനെ ഗൂഗിൾ മാപ്പുള്ളപ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അപ്പോൾ നമുക്ക് പോവാം. അമ്മമാർ 2 പേരും വന്നിട്ടുണ്ട്. നമ്മൾ അവരെ പിക്ക് ചെയ്ത വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. എവിടെയാണ് പോകുന്നതെന്നൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമായിരിക്കും, ഏരിയയൊക്കെ മനസ്സിലാവുമായിരിക്കും. ഇടയ്ക്ക് നമ്മൾ വഴിയിലൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അമ്മ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ചു. അപ്പോൾ അമ്മയ്ക്ക് മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുട്ടായി വാങ്ങിക്കാൻ പോകുന്നതാണ്. ഞാനും ചേട്ടനും കൂടെ പോയി മുട്ടായിയൊക്കെ വാങ്ങിച്ച് നാരങ്ങ മുട്ടായിയൊക്കെ വാങ്ങിച്ച് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. ഇപ്പം അമ്മ ഓക്കെ ആയി. കുറച്ചങ്ങോട്ട് പോയപ്പോൾ നമുക്ക് കുറച്ച് ഞാവൽപ്പഴമൊക്കെ കിട്ടിയായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ പോകുന്ന വഴിയിൽ നമ്മളൊരു പമ്പിൽ കയറിയായിരുന്നു. ബാത്റൂമിലൊക്കെ പോകാനായിട്ട് ഒരു പമ്പിൽ കയറി. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം സ്ഥലമൊക്കെ മനസ്സിലായി കാണും. നമ്മൾ തമിഴ്നാട് കയറിയിട്ടുണ്ട്. തമിഴ്നാട് കാണുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഒത്തിരി ദൂരം പോകാനുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയൊക്കെയാണ് പോയത് കേട്ടോ. ഒരുപാട് നേരം ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഞാവൽപ്പഴം കഴിച്ചതിൻ്റെ കളറാണ് കേട്ടോ നാക്കിൽ മുഴുവനും. ഇവിടെ നല്ല കാറ്റായിരുന്നു കേട്ടോ, അതാണ് ചേട്ടൻ ഇങ്ങനെ കാണിക്കുന്നത്. നല്ല കാറ്റായിരുന്നു, എല്ലാവരുടെ നാവിലും ഉണ്ട് ഞാവൽപ്പഴത്തിൻ്റെ കളർ. പിന്നെ നമ്മളൊരു 5 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു അവിടെ ഒരു കടയിൽ അവിടെ ഇറങ്ങി ചായ കുടിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ നമുക്ക് ചായയും നല്ല ചൂട് ഉഴുന്നുവടയും കിട്ടി കേട്ടോ. ഉഴുന്നുവടയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പോലെയല്ല. അതിനകത്ത് കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ കുരുമുളക് ഇടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അതിനകത്ത് ഫുൾ കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി. പിന്നും കുറച്ച് ദൂരം ചെന്നപ്പോൾ വീണ്ടും ഇറങ്ങി. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തതായിട്ട് ഒന്ന് ഇറങ്ങി. നടുവേദന, ഇരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കുറേ ഉണ്ടായിരുന്നു. നമ്മളെത്തി ഗൈസ്, നമ്മൾ പളനിയിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ രാത്രി ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഒരു റൂം എടുത്ത് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വാഴയിലയിൽ പൊതിഞ്ഞ നല്ല അടിപൊളി ചമ്മന്തിയും ചോറും ഒക്കെ കഴിച്ചു. ഒരുപാട് ക്ഷീണം ഉണ്ടായിരുന്നു. കഴിച്ചോണ്ടേ നമ്മൾ കിടന്നു. നമുക്ക് രാവിലെ എണീക്കണം, അതുകൊണ്ട് എല്ലാവരും യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു. ഇത് നമ്മൾ വെളുപ്പിനെ എണീച്ചു ഗൈസ്. ഇത് നമ്മൾ എണീച്ചതാണ്, കണ്ടാൽ എല്ലാം ഒരുപോലെ തോന്നും. നമ്മൾ എണീച്ചപ്പോൾ ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് എൻ്റെ കണ്ണൊക്കെ വല്ലാത്തൊരു നീറ്റലായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും കൂടെ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ പോവുകയാണ്. ഞാനും ചേട്ടനും കൂടെ മുട്ട അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടി അവിടുത്തെ അമ്പലത്തിൻ്റെ തന്നെ ദേവസ്വത്തിൻ്റെ ഇതിലാണ് പോയത്. അപ്പോൾ അവിടെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തില്ല. ഇത് റൂമിൽ വന്നതിന് ശേഷം വീഡിയോ എടുത്താണ്. റൂമിൽ വന്ന് നമ്മൾ കുളിച്ച് ഒരുങ്ങി തലയിൽ ചന്ദനമൊക്കെ തേച്ചിട്ട് അമ്പലത്തിലോട്ട് പോയായിരുന്നു. പക്ഷേ അമ്പലത്തിൽ പോയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ഫോൺ റൂമിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഫോണ് ക്ഷേത്രത്തിലോട്ട് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ വന്നിട്ട് കഴിക്കാനായിട്ട് പോയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ തന്നെ റൂമിനടുത്തുള്ള ഒരു കടയിൽ കയറി കഴിച്ചു. പിന്നെ നമ്മൾ ഒരുപാട് സമയമൊന്നും നിന്നില്ല, കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. നമുക്ക് റൂട്ടൊന്നും കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് നമ്മൾ മാപ്പ് നോക്കിയൊക്കെയാണ് പോയത്. അപ്പോൾ എങ്ങാനും തെറ്റിയാലോ എന്ന് വെച്ച് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം യാത്ര ചെയ്യണമായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് ഇറങ്ങി റെസ്റ്റൊക്കെ എടുത്താണ് പോയത്. അപ്പോൾ എൻ്റെ മുട്ടത്തല എങ്ങനെയുണ്ട് ഗായ്സ്? അടിപൊളിയല്ലേ? നമ്മൾ വരുന്ന വഴിയിൽ മാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിച്ച്. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക കാറ്റും, യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് തോന്നി. അത് നമ്മൾ കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന സമയത്ത് നമ്മൾ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. ഒരുപാട് സ്ഥലത്തൊന്നും ഇറങ്ങാതെ നേരെ അങ്ങ് വരികയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിയതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു, വല്ലാതെ ഉറങ്ങിപ്പോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.